Hello everyone. Today we will start a lecture series on BEGLA 138 Reading and Speaking Skills. നമുക്കറിയാം നമ്മൾ ഏത് ലാംഗ്വേജിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിലും ആ ഒരു ലാംഗ്വേജിൽ നമ്മൾ കോമ്പിറ്റൻ്റ് ആവണമെങ്കിൽ we have to consider 4 basic skills അല്ലേ. അപ്പം ഏത് ലാംഗ്വേജ്, ദാറ്റ് ക്യാൻ ബി ഇംഗ്ലീഷ്, ഹിന്ദി ഓർ മലയാളം, തമിഴ്, ഏത് ലാംഗ്വേജ് ആണോ ആ ഒരു ലാംഗ്വേജിൽ നമ്മൾ കോമ്പിറ്റൻ്റ് ആവണമെങ്കിൽ ഈ ഒരു 4 ബേസിക് സ്കില്ലിൽ നമ്മൾ എന്തായിരിക്കണം, നമ്മൾ എഫിഷ്യൻ്റ് ആയിരിക്കണം അല്ലേ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലാംഗ്വേജിൽ കോമ്പിറ്റൻസി നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം there are 4 basic skills in a language: listening, speaking, reading and writing. These are the 4 basic skills. അപ്പം ഈ ഒരു BEGLA 138 എംഫസൈസ് ചെയ്യുന്നത് റീഡിംഗ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസിനാണ്. അപ്പം 2 ബേസിക് സ്കില്ലാണ് BEGLA 138 ഡിസ്കസ് ചെയ്യുന്നത്. നൗ ലെറ്റ് മീ ടെൽ യു സ്ട്രക്ചർ ഓഫ് BEGLA 138 കോഴ്സ്. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ BEGLA 138 കോഴ്സിന്റെ സ്ട്രക്ചർ നോക്കാം നമുക്ക്. അപ്പം BEGLA കൺസിസ്റ്റ് ഓഫ് 4 ബ്ലോക്സ് അല്ലെ. 4 ബ്ലോക്കുകളായിട്ടാണ് ഈ ഒരു എൻറ്റയർ കോഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് നമ്പർ 1 ലേണിംഗ് ടു റീഡ് എഫക്റ്റീവ്ലി. ഇവിടെ ഓരോ ബ്ലോക്ക് വൈസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ടോട്ടലി ഒന്ന് അനലൈസ് ചെയ്ത് തരാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റ് 2 ബ്ലോക്ക് എംഫസൈസ് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് സ്കില്ലിനെയാണ്. അതിൽ തന്നെ ബ്ലോക്ക് നമ്പർ 1 തിയററ്റിക്കൽ ആസ്പെക്ട് ആണ്. റീഡിംഗ് സ്കില്ലിന്റെ തിയറി സൈഡാണ് കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യുന്നത്. വെയറാസ് ബ്ലോക്ക് നമ്പർ 1 എംഫസൈസസ് ഓൺ തിയററ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് റീഡിംഗ് അല്ലെ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് റീഡിംഗ് സ്കിൽസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റുകൾ തന്നിട്ടുണ്ട് അല്ലെ. ഡിഫറെന്റ് പാസേജസ്, ഡിഫറെന്റ് പാരഗ്രാഫുകൾ തന്നിട്ടുണ്ട്. അപ്പം ബ്ലോക്ക് നമ്പർ 1 ഡിസ്കസ് ചെയ്യുന്നത് തിയറിസ്റ്റിക്കൽ ആസ്പെക്ട് ഓഫ് റീഡിംഗ് സ്കില്ലാണ്. എന്നാൽ ബ്ലോക്ക് നമ്പർ 2 ഡിസ്കസസ് പ്രാക്ടിക്കൽ സൈഡ് ഓഫ് റീഡിംഗ് സ്കിൽസ്. എന്നാൽ ബ്ലോക്ക് നമ്പർ 3 and 4 ഹൈലൈറ്റ്സ് ഓർ ഡിസ്കസ് സ്പീക്കിംഗ് സ്കിൽസ് അല്ലെ. അപ്പൊ ബ്ലോക്ക് നമ്പർ 3 തിയററ്റിക്കൽ ആസ്പെക്ട് ആണ്, സ്പീക്കിംഗ് സ്കില്ലിന്റെ തിയററ്റിക്കൽ ആസ്പെക്ട് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ദി ബ്ലോക്ക് നമ്പർ 4 എംഫസൈസ് ചെയ്യുന്നത്, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രാക്ടിക്കൽ സൈഡ് ഓഫ് സ്പീക്കിംഗ് സ്കിൽസ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഓരോ ബ്ലോക്കും 1 by 1 ആയിട്ട് ചെറിയ രൂപത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി വരുന്ന വീഡിയോസിലെല്ലാം തന്നെ നമ്മൾ ഓരോ ബ്ലോക്കിലെയും ഓരോ യൂണിറ്റ് എടുത്തുകൊണ്ട് ഓരോ യൂണിറ്റിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ ഈ BEGLA 138 കോഴ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്, നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത് എന്ന് ഷോർട്ടായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി നോക്കാം ബ്ലോക്ക് നമ്പർ 1 ഏതൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് നോക്കാം നമുക്ക്. ബ്ലോക്ക് നമ്പർ 1 ലേണിംഗ് ടു റീഡ് എഫക്റ്റീവ്ലി. ലേണിംഗ് ടു റീഡ് എഫക്റ്റീവ്ലി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലോക്ക് നമ്പർ 1 ഡിസ്കസ് ചെയ്യുന്നത് തിയോറിറ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് റീഡിംഗ് സ്കില്ലാണ്. അപ്പം ഫസ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് പ്രോസസ് അല്ലെ. നമുക്കറിയാം റീഡിംഗ് എന്ന് പറയുന്നത് പ്രോസസ് ആണ്. പ്രോസസ് മീൻസ് ദർ വിൽ ബി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ഷൻ. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് ആക്ഷൻസ് ഓർ ഡിഫറെന്റ് സ്റ്റേജസ് അല്ലെ. ഡിഫറെന്റ് സ്റ്റേജുകൾ ഉണ്ടായിരിക്കും, ഡിഫറെന്റ് സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കും. ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് പ്രോസസ് എന്ന് പറയുന്നത്, റൈറ്റ്. അപ്പം റീഡിംഗ് എന്ന് പറയുന്നതും ഒരു പ്രോസസ് ആണ്, കാരണം ഇറ്റ് ഹാസ് ഡിഫറെന്റ് സ്റ്റേജസ് അല്ലെ. അപ്പം പിന്നീട് ഡിസ്കസ് ചെയ്യുന്നത് 3 സ്റ്റേജസ് ഓഫ് റീഡിംഗ് പ്രോസസ് അല്ലെ. റീഡിംഗ് പ്രോസസ്സിലെ 3 സ്റ്റേജുകൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൗ ടു ഡെവലപ്പ് റീഡിംഗ് സ്കിൽസ്, ഡിഫറെന്റ് വേസ് ടു റീഡ് ഡെവലപ്പ് റീഡിംഗ് സ്കിൽസ് അല്ലെ. അപ്പോൾ അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് റീഡിംഗ്, ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റീഡിംഗ് വരുന്നത്. അതുപോലെ തന്നെ റീഡിംഗ് ലിറ്റററി ടെക്സ്റ്റ് ലൈക്ക് പ്രോസ് ആൻഡ് പോയട്രി അല്ലെ. ഈ ബ്ലോക്കിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രോസ് ആൻഡ് പോയട്രി അല്ലെ. അതുപോലെ തന്നെ ഹൗ ടു അപ്രോച്ച് എ പ്രോസ് അല്ലെ. പ്രോസ് മീൻസ് ദാറ്റ് ക്യാൻ ബി എസ്സേസ്, അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറീസ്, നോവൽസ് അല്ലെ. അപ്പൊ എങ്ങനെ നമ്മളൊരു പ്രോസ് ടെക്സ്റ്റിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതുപോലെ തന്നെ പോയങ്ങളെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ള ഡിഫറെന്റ് രീതികൾ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ അല്ലെ. റീഡിംഗ് പ്രോസസ്സിലെ ലാസ്റ്റ് സ്റ്റേജ് ആണ് ഈ കോംപ്രിഹെൻഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ടു ഡെവലപ്പ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഉണ്ട്, ഡിഫറെന്റ് ടെക്നിക്സുകൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എങ്ങനെ നിങ്ങളുടെ റീഡിംഗ് കോംപ്രിഹെൻഷനെ
കൂടുതൽ ഡെവലപ്പ് ചെയ്യിക്കാം എന്ന്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് നമ്പർ 1 നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് നമ്പർ 2. ഓക്കെ, ദെൻ ബ്ലോക്ക് നമ്പർ 2 റീഡിംഗ് കോംപ്രിഹെൻഷൻ ടൈപ്സ് ഓഫ് ടെക്സ്റ്റ്. അപ്പൊ ഈ ഒരു ബ്ലോക്ക് നമ്പർ 2 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റ് ആണ് അല്ലെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി, എംഫസൈസസ് ഓൺ ടെക്സ്റ്റ് ഫോർ പ്രാക്ടിക്കൽ റീഡിംഗ്. അപ്പൊ ഈ ഒരു ബ്ലോക്ക് നമ്പർ 2 നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നുണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റ് ഫോർ പ്രാക്ടിക്കൽ റീഡിംഗ്. അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റുകളാണ് ഇവിടെ കൊടുത്തുള്ളത്. എക്സ്പോസിറ്ററി ടെക്സ്റ്റ്, ഡിസ്ക്രിപ്റ്റീവ് ടെക്സ്റ്റ്, നെറേറ്റീവ് ടെക്സ്റ്റ്, ആർഗ്യുമെന്റേറ്റീവ് ടെക്സ്റ്റ്. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ദ പ്രാക്ടിക്കൽ റീഡിംഗ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് അല്ലേ, ഓൾസോ ഗിവ് യു ഏതൊക്കെ ഈ പറഞ്ഞ ഓരോ ടെക്സ്റ്റിന്റെയും, എക്സ്പോസിറ്ററി ടെക്സ്റ്റിന്റെയും, ഡിസ്ക്രിപ്റ്റീവ് ടെക്സ്റ്റിന്റെയും, അതുപോലെ തന്നെ നെറേറ്റീവ് ടെക്സ്റ്റിന്റെയും, ആർഗ്യുമെന്റേറ്റീവ് ടെക്സ്റ്റിന്റെ ഒക്കെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഡിഫറെന്റ് റീഡിംഗ് സ്ട്രാറ്റജീസ് അല്ലെ, എല്ലാം തന്നെ ഈ ഒരു ബ്ലോക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എക്സ്പോസിറ്ററി ടെക്സ്റ്റ് നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഡിസ്ക്രിപ്റ്റീവ് ടെക്സ്റ്റ് ആണെങ്കിൽ ആ ടെക്സ്റ്റ് നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ സ്ട്രാറ്റജീസ് ആണ്, ഏതൊക്കെ ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ തന്നെ അതിന്റെ എൻഡിങ്ങിലാണ് ഏതൊക്കെ ടെക്സ്റ്റ് ഫോർ പ്രാക്ടിക്കൽ റീഡിംഗ്, എങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് ടെക്സ്റ്റുകളും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, റീഡ് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ബ്ലോക്ക് നമ്പർ 2 ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ബ്ലോക്ക് നമ്പർ 3. ബ്ലോക്ക് നമ്പർ 3 സ്പീക്കിംഗ് സ്കിൽസ് അല്ലെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പീക്കിംഗ് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ് ആണ് ഇവിടെ നിങ്ങളുടെ മുമ്പാകെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെ ടോപ്പിക്കാണ് ബ്ലോക്ക് നമ്പർ 3 ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലെ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ, പ്രൊഫഷണൽ ലൈഫിലും അതുപോലെ തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലൊക്കെ എത്രത്തോളം കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഡിസ്കസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫോർമൽ ലാംഗ്വേജ് ആൻഡ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ മറ്റൊന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഫോർമൽ ലാംഗ്വേജ് ആൻഡ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ എക്സാമ്പിൾസ് ഫോർ ഫോർമൽ കോൺവെർസേഷൻ അല്ലെ, ഫോർമൽ കോൺവെർസേഷൻ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇമ്പോർട്ടൻസ് ഓഫ് നോൺ വെർബൽ എലമെന്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയാണ്, കമ്മ്യൂണിക്കേഷൻ ഓബ്സ്റ്റക്കിൾ ആയിട്ട് മാറുന്നത്, കമ്മ്യൂണിക്കേഷന്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫോർമൽ ലാംഗ്വേജ് ആൻഡ് ഇൻഫോർമൽ കോൺവെർസേഷൻ അല്ലെ, അതുപോലെ തന്നെ എന്താണ് ഇൻഫോർമൽ ലാംഗ്വേജ്, എന്താണ് ഇൻഫോർമൽ കോൺവെർസേഷൻ, എന്താണ് ഇൻഫോർമൽ കോൺവെർസേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ എക്സാമ്പിൾസ് ഫോർ ഇൻഫോർമൽ കോൺവെർസേഷൻ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സാമിനേഴ്സ് റെഗുലർ ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കോൺവെർസേഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ മറ്റൊന്നാണ് ടെലിഫോണിക് കോൺവെർസേഷൻ അല്ലെ. അപ്പൊ ടെലിഫോണിക് കോൺവെർസേഷന്റെ ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ടെലിഫോണിക് കോൺവെർസേഷൻ, അതുപോലെ തന്നെ എക്സാമ്പിൾസ് അല്ലെ, എക്സാമ്പിൾസ് ഫോർ ടെലിഫോണിക് കോൺവെർസേഷൻ. അപ്പൊ ഇത്രയാണ് ബ്ലോക്ക് നമ്പർ 3 ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ ബ്ലോക്ക് നമ്പർ 3 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബ്ലോക്ക് അമംഗ് ദി 4. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 4th അല്ലെ, പ്രാക്ടീസിങ് സ്പീക്കിംഗ് സ്കിൽസ്. അപ്പൊ ഈ ഒരു ബ്ലോക്ക് നമ്പർ 4 ഹൈലൈറ്റ് ചെയ്യുന്നത്, എംഫസൈസ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ സൈഡ് ഓഫ് സ്പീക്കിംഗ് സ്കിൽസ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത് സൗണ്ട്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. നമുക്കറിയാം ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫൊണറ്റിക് ലാംഗ്വേജ് ആണ്. It means we have to learn sounds. Like English കാണാൻ പറ്റും there are 26 alphabet ആണ് which represent 44 sounds. 44 sound represent ചെയ്യുന്നത് അല്ലെ, 26 alphabetനെ 44 sound ആണ് represent ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ചില ആൽഫബറ്റുകൾ represent ചെയ്യുന്നുണ്ട് more than one sound അല്ലെ. C എന്ന് പറയുന്ന ആൽഫബറ്റ് നമുക്ക് കാണാൻ പറ്റും ഡിഫറെന്റ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ capable ആണ് അല്ലെ, സെൻട്രൽ സ് സൗണ്ട് അല്ലെ. എന്നാൽ കേക്കിന്റെ കൂടെ വരുന്നുണ്ട് ഏത്, കേക്കിന്റെ കൂടെ ഖ് സൗണ്ട് ആണ് വരുന്നത് അല്ലെ. CHന്റെ കൂടെ വരുന്ന സമയത്ത് ഛ് സൗണ്ടും അല്ലെ. അപ്പം കൺഫ്യൂസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയാറ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഫൊണറ്റിക് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് വി ഹാവ് ടു ലേൺ സ്പീച്ച് സൗണ്ട്സ് അല്ലെ. സ്പീച്ച് സൗണ്ട് നമ്മൾ എവിടെ പഠിക്കണം, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പഠിക്കണം. മലയാളം ഒരിക്കലും ഒരു സ്പീച്ച് ഫൊണറ്റിക് ലാംഗ്വേജ് അല്ല. കാരണം ഓരോ ആൽഫബറ്റും ഒരേ ഒരു സൗണ്ടിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ there is a direct correspondence between alphabet and their sounds
ഓക്കെ, അപ്പോൾ ആൽഫബറ്റും അതിന്റെ സൗണ്ടുമായിട്ട് ഡയറക്റ്റ് കറസ്പോണ്ടൻസ് ആണ്. പക്ഷേ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ വി ഹാവ് ടു ലേൺ സൗണ്ട്സ് അല്ലെ. അപ്പം ഓരോ ആൽഫബറ്റും റെപ്രസെന്റ് ചെയ്യുന്ന സൗണ്ടിനെ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ് എന്താണ്, ഇന്റോനേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീക്കിംഗ് ആക്ടിവിറ്റീസ് അല്ലെ. ഇതാണ് പ്രാക്ടിക്കൽ സൈഡായിട്ട് കുറച്ചും കൂടെ വരുന്നത്. ഈ ഒരു സ്പീക്കിംഗ് ആക്ടിവിറ്റീസ് അല്ലെ, സ്റ്റോറീസ് എങ്ങനെ നിങ്ങൾക്ക് നെറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡയലോഗ്സ് അല്ലെ, അതുപോലെ തന്നെ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റോറീസ്, ഡയലോഗ്സ് എന്താണ് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും റോൾ പ്ലേ അല്ലെ, റോൾ പ്ലേയിങ്, ഡിബേറ്റ് എന്താണ് അല്ലെ. അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ഡിബേറ്റ്സ് അല്ലെ, ഡിബേറ്റ്സിന്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെ, ഗ്രൂപ്പ് ഡിസ്കഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അല്ലെ. മീറ്റിംഗ് അല്ലെ, മീറ്റിംഗിന്റെ ടൈപ്സ് ഓഫ് മീറ്റിംഗ്, വാട്ട് ആർ ദ മീറ്റിംഗ് എറ്റിക്വേറ്റ്സ് അല്ലെ, പ്രസന്റേഷൻ, ഇങ്ങനെ വരുന്ന ഡിഫറെന്റ് ടോപ്പിക്കുകളാണ് ബ്ലോക്ക് നമ്പർ 3 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങൾക്ക് BEGLA 138 കുറിച്ച് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഏതായാലും വീണ്ടും നമുക്ക് കാണാം വിത്ത് ന്യൂ വീഡിയോ, ന്യൂ ടോപ്പിക്. എനിവേ, ഹാവ് എ നൈസ് ഡേ.